മഴക്കാലം കഴിഞ്ഞതോടുകൂടി തന്നെ ഏലം കർഷകർ വലിയ ബുദ്ധിമുട്ടിലാണ്. കാരണം കീടങ്ങളുടെ ആക്രമണം, തണ്ടുതുരപ്പൻ്റെ ശക്തമായ ആക്രമണം, കൂടാതെ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു. ചെടിയിൽ ഉണക്ക് വലിയ രീതിയിൽ തന്നെ ഏൽക്കുന്ന ഒരു സമയം കൂടിയാണ്. പലർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ ഒരു സമയത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ എല്ലാ ചെടികളിലും നമ്മൾ താരതമ്യേന കണ്ടുവരുന്ന എല്ലാ ചെടികളിലും തന്നെ വലിയ രീതിയിൽ ചിമ്പ് അടിക്കുകയും അതുപോലെ തന്നെ വള്ളി നല്ല രീതിയിൽ വീശിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വലിയ ബുദ്ധിമുട്ടുകൾ വെള്ളത്തിൻ്റെ ലഭ്യത കുറഞ്ഞതുകൊണ്ടുള്ള, അല്ലെങ്കിൽ ജലാംശം കൂടുതലായിട്ട് കിട്ടാത്തതുകൊണ്ടും, കൂടാതെ ഇപ്പോൾ നനയ്ക്കാനുള്ള ഒരു സൗകര്യം കുറഞ്ഞു വരുന്നതുകൊണ്ടും കർഷകർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കുക, ഈ ഒരു ചൂടുള്ള സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ പൊട്ടാസ്യം സിലിക്കേറ്റ് കൂടുതലായിട്ടും ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പോളിയാർ ചെയ്ത് കൊടുക്കുക ചെയ്യുന്ന ഒരു മിശ്രിതമാണ്, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റാണ്. നമുക്കറിയാം, ഈ ചൂട് കൂടുന്ന സമയത്ത് പലതരത്തിലുള്ള അസുഖങ്ങൾ, പ്രത്യേകിച്ച് ചെടികളിൽ വേരുകളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ചെടികൾ ഉണങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടാകും. പലർക്കും ഇത് കറക്റ്റായിട്ട് അറിയത്തില്ല, എന്താണ് ഇത് ചെയ്യേണ്ടത്, ഈ ഒരു സമയത്ത് ചെയ്യേണ്ട കണ്ടൻറ്റ്, എന്ത് കണ്ടൻറ്റാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് പലർക്കും അറിയത്തില്ല എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ഈ ഒരു ഉണക്കിനെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് പിടിച്ചു നിർത്താൻ, അല്ലെങ്കിൽ ചെടികൾക്ക് വലിയ ക്ഷതമേൽക്കാതെ, അല്ലെങ്കിൽ ചെടികൾക്ക് കൂടുതലായിട്ട് സ്ട്രെസ്സ് ഏൽക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഒരു പൊട്ടാസ്യം സിലിക്കേറ്റ്. സാധാരണ വേനൽക്കാല സമയത്ത് നമുക്ക് ഇത് ചെയ്യാറുണ്ട്. ഈ പ്രാവശ്യം ഉണക്ക് നേരത്തെ തന്നെ കൂടിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. മാത്രമല്ല, മഴ കൂടുതലായിട്ട് ലഭിച്ചെങ്കിലും ഇപ്രാവശ്യം ഉണക്കും അതുപോലെ തന്നെ അതിന് ആനുപാതികമായിട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഇതിന് പൊട്ടാസ്യം സിലിക്കേറ്റ് ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ പൊട്ടാസ്യം സിലിക്കേറ്റ് ഉപയോഗിക്കുന്നതോടുകൂടി തന്നെ പലതരത്തിലുള്ള കീടങ്ങളിൽ നിന്നും നമുക്ക് ചെടിയെ രക്ഷിക്കാൻ പറ്റും. കൂടുതൽ കാലത്തേക്ക് ചെടിക്ക് ഒരു സ്ട്രെസ് ഇല്ലാതെ നിൽക്കുവാൻ സാധിക്കും. മാത്രവുമല്ല, ചെടിക്ക് ഉണക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് തടയാനും സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് ഒരു ഫംഗസ് ആക്രമണം ഉണ്ടാകുന്നു, കൂടാതെ ചെടികളിൽ പേനുകൾ വരുന്നു, അതുപോലെ തന്നെ ഫിസേറിയം ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതൊരു പ്രതിവിധിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. പ്രധാനമായിട്ടും ഉണക്കിനെ ഒരു വലിയ പരിധി വരെ ഈ പൊട്ടാസ്യം സിലിക്കേറ്റ് തടയുമെന്നുള്ളതാണ്. നമുക്കിത് പോളിയാർ ചെയ്താണ് ഇത് സാധാരണ രീതിയിൽ കൊടുക്കുന്നത് എങ്കിൽ പോലും ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇത് ട്രെഞ്ചിങ്ങിലേക്കും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു റിസൾട്ടും ഉണ്ട് എന്നുള്ളത് മറ്റൊരു വാസ്തവം. നമുക്കറിയാം, ഈ ഒരു പോളിയാർ ചെയ്യുന്ന സമയത്താണേലും അതുപോലെ തന്നെ ട്രെഞ്ച് ചെയ്യുന്ന സമയത്താണേലും നമുക്ക് ഒന്നിൽ കൂടുതൽ തവണ ചെയ്യാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചെടിക്ക് അത് കൂടുതലായിട്ടുള്ള സ്ട്രെങ്ത് കൊടുക്കും. മാത്രവുമല്ല, ഈ കാറ്റത്തൊക്കെ മറിഞ്ഞു വീഴുന്ന സാഹചര്യം കുറയും, ചെടിക്ക് നല്ല ശക്തി കിട്ടും എന്നുള്ളതാണ്. ഇതിനൊരു കവചം പോലെ, ചൂടിനെ പ്രതിരോധിക്കാനുള്ള ഒരു കവചം പോലെ ഒരു ഇൻസുലേഷൻ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പൊട്ടാസ്യം സിലിക്കേറ്റ് ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് പരമാവധി ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് ഉപയോഗിക്കുക മാത്രവുമല്ല, കർഷകർ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. പലതരത്തിലുള്ള രോഗങ്ങളാണ് ഈ ഒരു സമയത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഊരൻ പോലെയുള്ള ഫംഗസുകളും ഒക്കെ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതിനൊക്കെ ഒരു വലിയ പ്രതിവിധിയായിട്ട് നമുക്ക് ഈ പൊട്ടാസ്യം സിലിക്കേറ്റ് ഉപയോഗിക്കാം. പോളിയാർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഉപയോഗിക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സീവീഡ് ജെല്ല് കൊടുക്കുന്നത് വളരെ അത്യുത്തമമാണ്. സീവീഡ് കൊടുക്കുമ്പോൾ തന്നെ അറിയാം, നമുക്ക് നല്ല തണുപ്പായിരിക്കും, ചെടിക്ക് നല്ല രീതിയിൽ തണുപ്പ് കിട്ടുകയും കൂടുതൽ കാലം ഈ ഒരു ചൂടിനോട് പ്രതികരിച്ച് നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പറ്റുമെങ്കിൽ വലിയ കോസ്റ്റ് ഇല്ലാത്ത രീതിയിൽ ഒരു സിലിക്കേറ്റ് എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു 200 ലിറ്ററിന് 200 മുതൽ 250 മില്ലിയോ അല്ലെങ്കിൽ 200 മുതൽ 250 ഗ്രാമോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിൻ്റെ കൂട്ടത്തിൽ സീവീഡ് ജെല്ലൂടെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കാലത്തേക്ക് ഈ ഒരു തണുപ്പ് അല്ലെങ്കിൽ ഈ ഒരു പ്രതിരോധം ചെടിക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. അവർ തീർച്ചയായിട്ടും ഇത് എത്തിച്ചു തരുന്നതായിരിക്കും, വീടുകളിലേക്ക് തന്നെ എത്തിച്ചു തരുന്നുമുണ്ട്. അപ്പോൾ സംശയമുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇതിൻ്റെ വീഡിയോയ്ക്ക് താഴെ ചോദിച്ചാൽ മതിയാകും.